ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലീഡ് കോഡിൻ്റെ 2724 പ്രോബ്ലം ചെയ്യാം. ഇത് സോർട്ട് ബൈ എന്നാണ് ഈ 2724 ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. ഗിവൺ അറേ ARR ആൻഡ് എ ഫംഗ്ഷൻ FN, റിട്ടേൺ എ സോർട്ടഡ് array sorted ARR. You can assume FN only return numbers and those numbers determines the sort order of sorted ARR. Sorted ARR must be sorted in ascending order by FN outputs. ഇതിൽ പറഞ്ഞേക്കുന്നത് നമുക്കൊരു അറേ തന്നിട്ടുണ്ട് ARR പറഞ്ഞിട്ട്, അതിലൊരു ഫംഗ്ഷൻ FN തന്നിട്ടുണ്ട്. FN എന്നത് ഒരു ഫംഗ്ഷനാണ്, അത് സോർട്ട് ചെയ്യാനുള്ള ലോജിക്കാണ് അതിൽ പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ അസെൻഡിങ് ഓർഡറിൽ വേണം ഔട്ട്പുട്ട് കിട്ടാനായിട്ട്. ഇവിടെ ഞാൻ ടെസ്റ്റ് കേസസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് അറേയിൽ ഫസ്റ്റത്തത് ഇങ്ങനത്തെ ഒരു അറേ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ കിട്ടണം. അതേപോലെ തന്നെ ടെസ്റ്റ് കേസ് 2-ലാണെങ്കിൽ ഇവിടെ നോക്കൂ, ഏജ് 30, ഏജ് 20, ഏജ് 25 ആൻസർ വരുമ്പോൾ നമുക്ക് ഏജ് 20, 25, 30 എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഇതാണ് ചെയ്യേണ്ടത്. ഈ ഒരു പ്രോബ്ലം 27, 24-ൽ കുറേ കൺസെപ്റ്റുകളുണ്ട്, ഒരുപാട് കൺസെപ്റ്റുകൾ ഈ ഒരൊറ്റ പ്രോബ്ലത്തിൽ നിന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം ഇത് കോഡ് എഴുതിയിട്ട് കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ കീ കൺസെപ്റ്റ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് കോഡിലേക്ക് കിടക്കാം. var sort by equal to function ARR hyphen FN. ഇത്രയും വരെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതുണ്ടല്ലോ, ഇത് നമുക്ക് നമ്മുടെ ലീഡ് കോഡിൽ ഓൾറെഡി ഉണ്ടാവും. ലീഡ് കോഡ് ഇത് കണ്ടോ, ലീഡ് കോഡിൽ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ടാവും. ഇതിന് കഴിഞ്ഞിട്ടുള്ള കോഡുകളാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്കിപ്പോൾ കോഡിലേക്ക് പോവാം. ഞാനിത് VS കോഡിലാണ് കേട്ടോ ചെയ്യുന്നത്. VS കോഡിൽ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ലീഡ് കോഡിലേക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് റിട്ടേൺ RR. ഞാൻ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. സോർട്ട് A, B arrow function FN A minus FN B. ഓക്കെ, ഇത്രേ കോഡ് വരുന്നുള്ളൂ, പക്ഷേ ഇതിൽ ഒരുപാട് ലോജിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തൊട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയാണ് കോഡ് വരുന്നത്. ഇത് ആദ്യം റൺ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇത് കണ്ടോ, നമുക്കിവിടെ ആൻസേഴ്സ് വന്നേക്കുന്നത്. നമുക്കിവിടെ എക്സ്പെക്റ്റഡ് ആൻസർ ഈ ടെസ്റ്റ് കേസ് 1 ആണെങ്കിൽ 1 2 3 4 5 ആയിരുന്നു കിട്ടേണ്ടത്. നമുക്കിത് അറേയുടെ ഉള്ളിൽ 1 2 3 4 5 കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടെസ്റ്റ് കേസ് 2 ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആൻസർ കണ്ടോ, ഏജ് 20, ഏജ് 25, ഏജ് 30 ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കോഡ് എഴുതിയപ്പോൾ നമുക്ക് അങ്ങനത്തെ ആൻസർ കിട്ടി. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കോഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത് var sort by function ARR FN. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ARR എന്ന് ഉദ്ദേശിക്കുന്നത് അറയാണ്. ഈ ARR എന്ന് പറയുന്നത് അറയാണ്. FN എന്ന് പറയുന്നത് ഫംഗ്ഷനാണ്. സോർട്ട് ചെയ്യേണ്ട ലോജിക്കാണ് അതിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ഇവിടെ ഇത് കണ്ടുവോ, അറയുടെ ഉള്ളിൽ 3 ഡോട്ട് ഇട്ടിട്ട് ARR. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ഇത് തന്നെ. ഈ 3 ഡോട്ട് ഇട്ടിട്ട് 3 ഡോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇതാണ്, സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സിനെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറേ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു ഷാലോ കോപ്പി ഓഫ് ദ ഒറിജിനൽ അറേ നമുക്ക് ഉണ്ടാക്കി തരും. ഈ ഒരു സാധനം മാത്രം എഴുതുമ്പോൾ തന്നെ നമുക്ക് അറേയുടെ കോപ്പി ഉണ്ടാക്കി തരും. അതിനാണ് സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സിന്റെ ഒരു യൂസ് ഇതാണ്, ഷാലോ കോപ്പി. നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഷാലോ കോപ്പി എന്താണ്, ഡീപ്പ് കോപ്പി എന്താണെന്നൊക്കെ ഉള്ളത് പഠിക്കും. ഇപ്പൊ നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് നമ്മളൊരു ഷാലോ കോപ്പി നമ്മുടെ ഒറിജിനൽ അറേയുടെ ഉണ്ടാക്കി വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് വരുന്നത് ഡോട്ട് സോർട്ട് ഓഫ് ആണ്. അപ്പോൾ അതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ എന്തുകൊണ്ടാണ് ഈ കോപ്പി ഉണ്ടാക്കി വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡിഫൈ ദ അറേ ഇൻ പ്ലേസ്. നമ്മൾ ടു അവോയ്ഡ് ചേഞ്ച് ദ ഒറിജിനൽ അറേ വി കോപ്പീഡ്. നമ്മൾ ആദ്യം അത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ഒറിജിനൽ അറേയിൽ ഒന്നും ചെയ്യാൻ പാടില്ല, കോപ്പി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കോപ്പി ഉണ്ടാക്കി ആദ്യം തന്നെ വയ്ക്കുന്നത്, ഈ 3 ഡോട്ട് ഇട്ടിട്ട് അറേ സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട്. ഓക്കെ, ഇനി അടുത്തത് സോർട്ട്. ഈ ഒരു സെന്റൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോർട്ട് ഓഫ് ഫംഗ്ഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ 2 ഐറ്റംസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഈ എ എന്നും ബി എന്നും പറഞ്ഞിട്ട് 2 ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇവിടെ ആരോ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ആരോ ഫംഗ്ഷൻ. ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ ഫംഗ്ഷനും ആരോ ഫംഗ്ഷനും 2 ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് പിന്നീട് നമുക്ക് പഠിക്കാം. ഇതിൽ ആരോ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കോഡ് കുറച്ചും കൂടി സിമ്പിൾ ആവും, ക്ലിയർ ആവും, നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആരോ ഫംഗ്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതിനെ രണ്ടിനെയും, ഈ എഫ് എൻ എനെയും ബിനെയും ഇവിടെ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിൽ വരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സോർട്ട് വെച്ചിട്ട്, ഈ സോർട്ട് ഓഫ് എന്നുള്ളത് ഈ ജാവാസ്ക്രിപ്റ്റിന്റെ തന്നെ ഒരു ഫംഗ്ഷനാണ്. സോർട്ട് ഓഫ് ഫംഗ്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ എഫ് എൻ എ, ഈ ഒരു ഇതുണ്ടല്ലോ, എഫ് എൻ എ ആണ് എഫ് എൻ ബി. ഇത് അതിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിലുള്ള എലമെന്റ്സിനെ അസെൻഡിങ് ഓർഡറിലേക്ക് സോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിത് റൺ ചെയ്യിച്ചപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ആൻസേഴ്സ് കിട്ടി. ഇനി നമുക്ക് ഈ 27, 24 എന്നുള്ള ലീഡ് കോഡിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? ഒരുപാട് കൺസെപ്റ്റുകൾ ഈ ഒരു 2 ലൈനേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഒരുപാട് കൺസെപ്റ്റുകൾ ഈ ഒരു കോഡിലുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് ഹയർ ഓർഡർ ഫംഗ്ഷൻ വരുന്നുണ്ട്. ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ പാസിങ് എ ഫംഗ്ഷൻ എഫ് എൻ ഉണ്ടല്ലോ, അത് ആസ് ആൻ ആർഗ്യുമെന്റ് ടു ദ അനദർ ഫംഗ്ഷൻ. സോറി, അതവിടെ കട്ടായി പോയി, സോറി. അതാണ് അവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോൾ ബാക്ക് ഫംഗ്ഷൻ ഉണ്ട്. കോൾ ബാക്ക് ഫംഗ്ഷൻ ലോജിക്ക് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു. അത് സോർട്ട് ഓഫ് എന്നുള്ള മെത്തേഡ് accept the comparator function that decided how to arrange the elements. array.arr.sort of a, b ആരോ ഫംഗ്ഷൻ ഇത് വന്നില്ലേ, ഇത് നമ്മൾ ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കോൾ ബാക്ക് ഫംഗ്ഷൻ ലോജിക്ക് ഇവിടെ നമുക്ക് ഇവിടെ വർക്ക് ആവുന്നു. വി ആർ ലേണിംഗ് ടു ബിൽഡ് കസ്റ്റം സോർട്ട് ലോജിക്ക്. ഇത് മെയിനായിട്ട് ഇന്റർവ്യൂസിനും എല്ലാത്തിനും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സ്. ഈ 3 ഡോട്ട് സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സിന് ഒരുപാട് യൂസുകളുണ്ട്. ഇതിലൊരെണ്ണമാണ് നമ്മൾ യൂസ് ടു ക്രിയേറ്റ് ഷാലോ കോപ്പി ഓഫ് ദ അറേ സോ ദാറ്റ് ദ ഒറിജിനൽ ഈസ് ഇൻ മോഡിഫൈഡ്. ഈ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അതിന് ഇമ്പോർട്ടൻറ്റ് ടു റൈറ്റിംഗ് പ്യൂർ ഫംഗ്ഷൻ ദാറ്റ് ഡസ് നോട്ട് മ്യൂട്ടബിൾ ഇൻപുട്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറേ ക്ലോണിങ് വിത്തൗട്ട് യൂസിങ് സ്ലൈസ് ഓഫ്. വി ആർ ലേണിംഗ് എ മോഡേൺ ES6 വേ ടു കോപ്പി ആൻഡ് അറേ. ഈ 3 ഇപ്പം നമ്മൾ പഠിച്ചില്ലേ സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സ്, അത് ഈ അറേ ഡോട്ട് സ്ലൈസ് ഓഫിന്റെ സെയിം ഫംഗ്ഷനാണ്, സെയിം കാര്യം തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് കമ്പാറ്റേറ്റർ റിട്ടേൺ വാല്യൂ ഇൻ സോർട്ട് ഓഫ്. we understand the meaning of എന്തൊക്കെയാണ്? fn of a minus fn of b less than 0 ആണെങ്കിൽ a before b വരും. fn a minus fn b greater than 0 ആണെങ്കിൽ b before a വരും. 0 ആണെങ്കിൽ keep the current order വരും. we get used to the pattern of the number comparison in sort logic. പിന്നെ ഇതിൽ ആരോ ഫംഗ്ഷൻ നമ്മളിവിടെ പറഞ്ഞിരുന്നല്ലോ, ആരോ ഫംഗ്ഷൻ ആണ് ഷോർട്ട് ആൻഡ് റീഡബിൾ സിൻടാക്സ് ലൈക്ക്. ഇത് കണ്ടോ, ഇതുപോലെ വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഒറ്റ ചെറിയൊരു ഇതേ ഉള്ളൂവെങ്കിലും ഒരുപാട് കൺസെപ്റ്റുകൾ ഈ ഒരു ഇതിലുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്കിതിനെ ലീഡ് കോഡിലേക്ക് എഴുതി നോക്കാം. ലീഡ് കോഡിൽ വന്നു പറഞ്ഞില്ലേ, ഇതിവിടെ ഓൾറെഡി ലീഡ് കോഡിൽ തന്നിട്ടുണ്ടാകും. നമ്മുടെ കോഡിനെ നമ്മളിവിടെ എടുത്ത് പേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കാം. ഒരു സെക്കൻഡ്. ഒന്നാമത്തെ കേസ് അക്സെപ്റ്റ് ചെയ്തു കണ്ടോ. ഇനി രണ്ടാമത്തെ കേസും കറക്റ്റായി. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ കേസും അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.